ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഒന്നും പറയണ്ട, സ്റ്റാർട്ടിങ് കണ്ടപ്പോഴും നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. നമ്മുടെ 77ൻ്റെ ഓർണമെൻറ്റ്സ് ആണ് ഇരിക്കുന്നതെല്ലാം കേട്ടോ. ഇത് ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഓർണമെൻറ്റിൻ്റെ കണ്ടന്റ് അല്ല. കഴിഞ്ഞ ദിവസം അമൃത ടി വിയിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഷൂട്ടിന് ഞാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് എനിക്ക് ഷൂട്ടിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർണമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ ഇവിടെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് ഈ ഒരു ഓർണമെൻ്റ് എല്ലാം ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഷോപ്പ് എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം തൊടുപുഴയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യം ഓൺലൈനായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മുടെ വെബ്സൈറ്റിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്പറും ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആക്ച്വലി നമ്മൾ വീഡിയോയിൽ ഇട്ട് കാണിക്കുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നു കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ വീഡിയോയിൽ ഇട്ട് കാണിക്കുന്ന എല്ലാ ഓർണമെൻറ്റും ഞാൻ തന്നെ എടുക്കും. കാര്യം നമുക്ക് ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഓർണമെൻറ്റ്സ് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഈ കാണുന്ന ഓർണമെൻ്റ് ആയാലും ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ഇനി ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ തിരിച്ച് കടയിലോട്ട് കൊണ്ട് കൊടുക്കാറില്ല. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഷൂട്ടിനും ഇനി അടുത്ത ഷൂട്ടുകൾക്ക് വരുന്ന സമയത്തെല്ലാം ഇത് റീയൂസ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കുക്കുവിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കുക്കു ഇടും, അല്ലെങ്കിൽ മെർലിൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മെർലിൻ ഇടും, ഞാനിടും. അങ്ങനെ നമുക്ക് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് എൻ്റെ ഇതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന എല്ലാ ഓർണമെൻറ്റ്സും ഞാൻ എടുക്കാറാണ് പതിവ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം മാലയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഞാൻ ഈ ഒരു നെക്ക് പീസ് കാണിച്ചു തരാവേ. ഈ മാല കണ്ടോ, ഇതൊരു മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു നെക്ലസ് പോലത്തെ ഒരു മാല. ആ മാലയ്ക്ക് മാച്ചിങ് ആയിട്ട് രണ്ട് കുഞ്ഞി ജിംക വരുന്നുണ്ട്. ഇതാ ഇത് മാറ്റിയിട്ട് ഞാനിനി അടുത്ത മാല ഇടാം. അടുത്ത ഏതിടണം പറ? ഇതിടാം. അടുത്ത മാല മീനാക്കാരി ഡിസൈൻ വരുന്നതാണ്. മീനാക്കാരി എന്ന് പറയുമ്പം ഗോൾഡിൽ തന്നെ മൾട്ടി കളേഴ്സിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതൊരു മീനാക്കാരി മാലയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായ മാലയാണ്. കണ്ടോ, ഇത് വിത്ത് ഇയറിങ്സ് ആണ്. മാല ഇത്ര വലുതായിട്ട് ഇയറിങ് കുഞ്ഞി സിമ്പിൾ സാധനം. ഇതാ കണ്ടോ, ഇതാണ് ഈ മാല. എല്ലാവരും കണ്ടു കഴിഞ്ഞാലും ഇവിടെ മാല ഇട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കമ്മൽ ഞാൻ മാറ്റുന്നില്ല. ഈ കുഞ്ഞു കമ്മൽ ഇത് ഇങ്ങനെ ഇരിക്കും. രണ്ട് മുല്ലപ്പൂവും കൂടെ. ഈ മാല ഇഷ്ടമായാണ്. ഇനി നമുക്ക് ആ മാല മാറ്റിയിട്ട് ഈ ഒരു മാല ഇടാം. ഈ മാലയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അതിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ. റൂബിയും വൈറ്റ് സ്റ്റോൺസും പിന്നെ അതിൽ ഗ്രീൻ സ്റ്റോൺസും വരുന്നുണ്ട്. പതിയെ മാറ്റിയിട്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഒന്നിട്ട് തരോ? എൻ്റെ പൂവ് സിമ്പിൾ മാലയാണ്. അതിൻ്റെ കമ്മലുണ്ട്. കമ്മൽ എന്ത് ഞാനെല്ലാം കൂടെ എടുത്ത് വെച്ചപ്പോൾ കമ്മലെടുക്കാൻ മറന്നതെന്ന് തോന്നുന്നു. ഇതിന് കമ്മലുണ്ട് കേട്ടോ. വിത്ത് കമ്മലാണ് വരുന്നത്. ഈ ഒരു കുഞ്ഞു സ്ക്വയറും ഈ റൗണ്ടും ആയിട്ടുള്ള കുഞ്ഞു കമ്മലാണ് വരുന്നത്. ഇതാണ് ആ മാല. ഈ മാല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കോയിൻ മാലയിൽ ഒരു മെഹന്തി പോളിഷിൻ്റെ ഒരു കളറും വന്നിട്ട് അതിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കുഞ്ഞ് റൂബി സ്റ്റോണും അതുപോലത്തെ ഒരു കുഞ്ഞി എമറാൾഡിൻ്റെ സ്റ്റോണും വരുന്നത്. ഈ മാല നോക്കിയാൽ ഇതിൽ ആക്ച്വലി ചെയിൻ ഇടാൻ ഞാൻ മറന്നുപോയി. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതാണ് ആ മാല. ഈ മാലയ്ക്ക് ഇയറിങ്സ് ഉണ്ട് കേട്ടോ. അത് എവിടെയോ ഇരിപ്പുണ്ട്. എവിടെയോന്നല്ല, പെട്ടിക്കുള്ളിൽ നിന്ന് ഞാൻ എടുക്കാൻ മറന്നു. അടുത്തത് ഒരു ബ്ലാക്കിൽ, ഇതിനെന്താ പറയുക, ബ്ലാക്ക് ചരടുമാലയെന്നോ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, എനിക്ക് സത്യമായിട്ട് എൻ്റെ പേരറിയില്ല. അതിൽ നമ്മുടെ മാങ്ങ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഗോഡസിൻ്റെ മോട്ടീവും വന്നിട്ടുള്ളൊരു മാലയാണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭംഗി മറ്റേ കറുത്ത കരയുള്ള സെറ്റ് മുണ്ടും പുളിയിലക്കര സെറ്റ് മുണ്ടൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ ഇത് അടിപൊളിയായിരിക്കും. ഞാൻ ഈ മാല ഇട്ടിട്ട് അടുത്ത ഷൂട്ട് ഉടനെ ചെയ്യുന്നതായിരിക്കും. അടുത്ത മാല നമ്മുടെ ട്രെൻഡിങ് ഓണത്തിൻ്റെ ആൾക്കാർക്കുള്ളതാണ്. അയ്യോ, ഇതാ സ്റ്റോൺസ്. ഇത് ആക്ച്വലി നാച്ചുറൽ സ്റ്റോൺ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. റെഡും
അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ കുഞ്ഞി പേൾസിൻ്റെ ഹാങ്ങിങ്സും ഇതിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ലതല്ലേ, ഇഷ്ടമായി. അത് വിത്ത് ഇയറിങ്സ് ആണ്. ഇതാണ് അതിൻ്റെ കമ്മൽ. അടുത്തത് ഭയങ്കര ക്യൂട്ട് മാലയാണ്. കുഞ്ഞി നേർത്ത മാല, ഇങ്ങനെ കഴുത്തിനോട് ചേർന്ന് നടക്കുന്നത്. ഈ മാലയിലും ഞാൻ ചെയിൻ ഇട്ടില്ല, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതിൽ ഗ്രീൻ സ്റ്റോണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നെക്ലസ് എല്ലാം തീർന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു മാലയും കൂടെ ഉണ്ട്. അതൊരു നെക്ലസിൻ്റെ ഒരു കാറ്റഗറി പെടുന്നതാണ്. ഇതിൽ പേൾ ഉണ്ട്, നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട്, മൾട്ടി കളർ സ്റ്റോൺസ് ഉണ്ട്, വലിയ കുന്തൻ സ്റ്റോൺസ് ഉണ്ട്. അതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മാലയാണ്. എൻ്റെ കേശഭാരം. ഇതാണ് ഈ മാല. കളാവോ കൊള്ളൂലെന്നെങ്ങാനും പറഞ്ഞ ഇതാണ് ആ മാല കേട്ടോ. വലിയൊരു നാച്ചുറൽ സ്റ്റോൺ എൻ്റെ നടുവിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്ലസിൻ്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി ലോങ് ഹാരം മാല ടൈപ്പുകളാണ്. അതിൽ നമുക്ക് ഇതിയും തുടങ്ങാം. ഈ മാല ഉണ്ടോ, ഇത് ഞാനൊന്ന് കയ്യിലൊന്ന് വെച്ച് കാണിച്ചു തരാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പറ്റുന്നില്ല, ഒരു മിനിറ്റ്. അയ്യോ, ഇത് കണ്ടോ, ഇതിൽ ഫുള്ള് ഇങ്ങോട്ടാ, ഇതാണോ ഉദ്ദേശിച്ചത്? ഇതിൽ ഫുള്ള് റൂബിയുടെ എമറാൾഡിൻ്റെയും സ്റ്റോൺസും ഗോൾഡൻ മുത്തുകളുടെ ഹാങ്ങിങ് വന്നേക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയാണ്. കാര്യം വീഡിയോയിൽ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഇതിൻ്റെ സ്റ്റോൺസ് അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊന്ന് ഇട്ട് തരാവോ? ഇനി നമ്മുടെ അടുത്ത മാല ഈ മാലയാണ്. ഇതും ഒരു ലോങ് മാല കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് പീക്കോക്കിൻ്റെ ഒരു സിമ്പിളുണ്ട്, കുഞ്ഞ് റൗണ്ട് ഒരു ഫ്ലവറിൻ്റെ ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ വൈറ്റ് സ്റ്റോൺസും ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള റൂബിയും എമറാൾഡിൻ്റെ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും പെയറിംഗ് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള മാലയാണ്. ഇത് ഒരു കുഞ്ഞ് നെക്ലസും കുഞ്ഞ് നെക്ലസ് ഇട്ടിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഈ മാല ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് മാല നെക്സ്റ്റ് മാലയും ഒരു ലോങ് മാലയാണ്. ഇതിൽ നമ്മുടെ മാങ്ങാപ്പിഞ്ചിൻ്റെ ഡിസൈൻ ഇല്ലേ, കാണിക്കുന്നത് കഴുത്തിനെടുക്കുന്ന എല്ലാം ഒരുമിച്ച്. മാങ്ങാപ്പിഞ്ചിൻ്റെ ഡിസൈൻ വന്നിട്ട് സെയിം നമ്മുടെ റൂബിയും ഗ്രീനും കളർ കോമ്പിനേഷനിൽ വരുന്ന സ്റ്റോൺസ് ആണ്. ഈ മാലയും നമുക്കിടാം. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓർണമെൻറ്റ്സും ഉണ്ടല്ലോ വെറുതെ കാണുമ്പോഴല്ല കേട്ടോ അതിൻ്റെ ഭംഗി, നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും എല്ലാ സാധനങ്ങളും ഇട്ട് കാണിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്ന ഭംഗിയായിരിക്കില്ല നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വരിക. ഈ മാല ഉണ്ട്. ഇതൊരു ഓഫ് ഗോൾഡ് ആണ് കേട്ടോ, ഭയങ്കര ഡള്ളായിട്ടൊരു ഗോൾഡ് ഫിനിഷിൽ വരുന്നതാണ്. ബ്രൈറ്റ് യെല്ലോ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്തത് നമ്മുടെ ലോങ് മാലയിൽ തന്നെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ട് കുറച്ച് എന്താ പറയുക, ഒരു എക്സ്ട്രാ ഒരു ജിൽ ഫിറ്റിങ്സ് ഒക്കെ വരുന്നൊരു മാലയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മാല. ഇത് കണ്ടോ, ഇത് ഫുള്ള് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിലെ സൈഡിൽ മുത്തുകളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല മാലയല്ലേ, എനിക്കിത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണിത്. ഇതും ഈ പറഞ്ഞ പോലെ സെറ്റും മുണ്ടിൻ്റെയും സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ ഈ മാലയുണ്ടല്ലോ, ഇത് ഫുള്ള് പേൾസും നമ്മുടെ കുന്തൻ സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മാലയാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് അല്ല, ഇത് മെർലിൻ്റെ ഫേവറേറ്റ് ആണ് ഈ മാല. ഈ മാല ആക്ച്വലി എനിക്ക് തോന്നുന്നതല്ല, ഈ മാലയാണ് ഞാൻ നമ്മുടെ അമൃത ടി വിയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഞാൻ ഈ മാല യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയത്. ഈ മാല വിത്ത് ഇയറിങ്സ് ആണ്. നെക്സ്റ്റ് മാലയും ഈ പറഞ്ഞ പോലെ ഫുൾ റൂബിയും എമറാൾഡിൻ്റെ സ്റ്റോണും വരുന്നതാണ്. സെയിം ലോങ് മാലയാണ്. ഒറ്റ മാല ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരൊറ്റ മാല സിമ്പിളായിട്ട് ഇട്ടാൽ മതി, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതും വിത്ത് ഇയറിങ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇയറിങ്സും ബോക്സിനുള്ളിൽ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ നോക്കി എടുക്കണം ഇനി എവിടെയാണെന്നുള്ളത്. അത് കുഴപ്പമില്ല, കിടന്നോട്ടെ അതിൻ്റെ അകത്ത്. ഓക്കേ, മാല റെഡി.
ഇനി നമുക്ക് ഇവിടെ എന്ത് പറയാൻ വന്നത്? എന്നെ നമ്മുടെ സിനിമയുടെ പേരെന്തായിരുന്നു മറന്നുപോയി. കിലുക്കം സിനിമയിലെ തിലകൻ സാറിനെ കാര്യം പറഞ്ഞിട്ട് എന്നെ കളിയാക്കുമായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ മാല എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വള കാണാം. ഓൾറെഡി എൻ്റെ ഈ ഒരു വള ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വള, അതാ ഈ വള നോക്കിയേ. ഈ വള കണ്ടോ, ഇത് സെറ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് ഫുൾ ഒരു സെറ്റല്ല, പല പല വളകൾ ചേർത്ത് ഒരു ജോഡിയാക്കി എടുത്തതാണ്. ഇതെൻ്റെ ഫേവറേറ്റ് വളയാണിത്, കോമ്പിനേഷൻ. ഈ വള കണ്ടോ, ഇതിങ്ങനെ കൈ നിറയിട്ടു. ഇത് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 കൈയിലായിട്ട് ഇടാം കേട്ടോ. പക്ഷേ എനിക്ക് ഒറ്റ കയ്യിലിട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിഷ്ടമാണ് കൈ നിറ വള ഇടാനായിട്ട്. അടുത്ത വളയുണ്ടല്ലോ, നമ്മുടെ കാശിമാലയില്ലേ, അതുപോലെ കാശിൻ്റെ വളയുണ്ട്. കാശിൻ്റെ വളയും അല്ലാതെ വേറൊരു വളയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരു കോംബോ ആയിട്ട് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനല്ല, കടയിൽ മിക്സ് ചെയ്യാൻ അറിയാവുന്നവർ മിക്സ് ചെയ്ത് തന്നതാണ്. ഇതും എനിക്കിഷ്ടമുള്ള വളയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് സിമ്പിളായിട്ടുള്ള 2 വളയാണ് കേട്ടോ. ഇതിൽ കുഞ്ഞ് ഫ്ലവറിൻ്റെ, നമ്മൾ ഈ ഡ്രസ്സിൽ കുഞ്ഞ് ബൂട്ടാസ് എന്ന് പറയില്ലേ, അതുപോലെ കുഞ്ഞ് ഫ്ലവറിൻ്റെ ഇത് കൊടുത്തിട്ട് ഇടയ്ക്ക് മാത്രം ഓരോരോ റെഡും ഓരോ ഗ്രീനും സ്റ്റോൺ വരുന്ന വള. ഈ ഒരു ക്യൂട്ട് ജിമിക്കോട് കൂടി നമ്മുടെ ഓർണമെൻറ്റ്സ് കളക്ഷൻസിൻ്റെ വീഡിയോ തീരുവാണ്. ഈ ജിമിക്ക ഉണ്ടോ, ഞാൻ ഇങ്ങനത്തെ ജിമിക്ക ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫുൾ പേളിൻ്റെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ. നോക്കിയേ. സോ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. ഇതുപോലെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയണം. സാധാരണ നമ്മൾ എപ്പോഴും കളക്ഷൻസ് എല്ലാം റീല് മാത്രമാണ് ചെയ്യാറ്. ഇതുപോലെ യൂട്യൂബിൽ ഞാൻ വ്ളോഗായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി ചെയ്തിട്ടുണ്ടോ ആവോ കേട്ടോ. അപ്പം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ വീഡിയോസും ചെയ്യാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 77 ലൊക്കേഷനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ 77 ലൊക്കേഷൻ വരുന്നത് കോട്ടയത്തുണ്ട്, അതുപോലെ തന്നെ തൊടുപുഴയിലുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാവേ.